മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകട സ്ഥലത്തെ പരിശോധന പൂർത്തിയായി. ഫോറൻസിക് പരിശോധനാ ഫലം ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാകും. സംഭവസ്ഥലത്തു നിന്നും അഭിജിത്ത് തലച്ചിറയുടെ റിപ്പോർട്ട്. ദുരന്തഭൂമിയിലെ രണ്ടാമത്തെ ദിവസത്തെ പരിശോധനയും ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പോലീസിൻ്റെയും ഫോറൻസിക്കിൻ്റെയും അതുപോലെ കടാവർ നായ്ക്കളുടെയും നേതൃത്വത്തിലാണ് രാവിലെ മുതൽ തന്നെ പരിശോധന പ്രദേശത്ത് നടത്തിയത്. ഇന്നും 2 ശരീര ഭാഗങ്ങൾ കൂടി ഇവിടെ നിന്ന് കണ്ടെത്തുകയുണ്ടായി. പിന്നീട് സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സമീപ പാടപ്രദേശത്തും മറ്റും ചെറിയ രീതിയിൽ എല്ല് കഷ്ണങ്ങളും മറ്റും കണ്ടെത്തി അവരും ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നൊരു കാഴ്ചയോടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപകടത്തിൽപ്പെട്ട് ഇവരുടെ ശരീരഭാഗങ്ങളൊന്നും തന്നെ ഇനി കണ്ടെത്താനില്ല എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ തെരച്ചിലിന് നേതൃത്വം നൽകിയ മറ്റ് വകുപ്പ് മേലധികാരികളുടെയും ഒക്കെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ 2ാം ദിവസത്തെ പരിശോധന പൂർത്തിയായിരിക്കുന്നു. എന്തൊക്കെ രാസവസ്തുക്കൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നുള്ളതിൻ്റെ പരിശോധനയാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അപ്പോൾ ഈ സംഭവസ്ഥലത്തിൻ്റെ മൊത്തം ഏരിയയെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അവിടുന്ന് ഓരോ സ്ഥലത്തുനിന്നും സാമ്പിൾ കളക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് എടുത്തിട്ടുള്ളത്. അത് ലബോറട്ടറി പരിശോധനയ്ക്ക് നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്തൊക്കെ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് കൃത്യമായ ഒരു രേഖ നമുക്ക് ലഭ്യമാവും എന്തൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ. അതിനുശേഷം അത് അന്വേഷണ ഉദ്യോഗസ്ഥന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 10 പേരടങ്ങുന്ന ഒരു ടീമാണ്. അതിൽ മൊത്തം വീണ്ടും 14 പേരോളം ആയിട്ടുണ്ട് ആ ടീമിനെ മൊത്തത്തിൽ. ഇത് ബഹുമാനപ്പെട്ട DGPയുടെയും ഫോറൻസിക് ലാബ് ഡയറക്ടറിൻ്റെയും പ്രത്യേക നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരു കേരളത്തിലെ മൊത്തം ഫോറൻസിക് ലാബുകളിലെ എക്സ്പേർട്സിനെ നമ്മളിതിൽ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പരിശോധന നടത്തിയതാണ്. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലാണ് ഇത് പരിശോധന നടത്തുന്നത്. അപ്പോൾ ഈ എക്സ്പേർട്ടുകളെ മൊത്തം ഈ പരിശോധനയ്ക്ക് വേണ്ടി തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ ഫലം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അവരെ നിയോഗിക്കും. അതിലേക്ക് പരമാവധി ഒരാഴ്ച അത്രയ്ക്കേ വേണ്ടി വരുള്ളൂ. ഈ ദുരന്തമുണ്ടാകുന്നതിന് കൃത്യമായ കാരണം എന്താണെന്ന് കണ്ടെത്തുന്നതിനുള്ള അത്തരത്തിലുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം, യഥാർത്ഥ കാരണം എന്തെന്നുള്ള കാര്യവും അറിയേണ്ടിയിരിക്കുന്നു. അതിനുള്ള അന്വേഷണമാവും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. മുണ്ടത്തിക്കോളിലെ ദുരന്തഭൂമിയിൽ നിന്നും ക്യാമറമാൻ റോയ്ക്കൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.